അടുത്തത് DRAM ആണ്. ഡൈനാമിക് റാമിൻ്റെ ഓപ്പറേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡൈനാമിക് റാമിൻ്റെ ഒരു സിംഗിൾ സെല്ല് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അതിൽ മെയിനായിട്ടുണ്ടാകുന്ന ഒരു ട്രാൻസിസ്റ്ററും കാണും, ഒരു കപ്പാസിറ്ററും കാണും. ഈ ഒരു ട്രാൻസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷൻ വെച്ചിട്ടാണ് DRAM നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ രണ്ട് ലൈൻസും കാണാൻ പറ്റും, വേർഡ് ലൈനും അതുപോലെ ബിറ്റ് ലൈനും. അപ്പോൾ വേർഡ് ലൈൻ പോകുന്നത് നോക്കിയാൽ കാണാൻ പറ്റും എങ്ങോട്ടാണ്, ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിത് റൈറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുക. അതുപോലെ റൈറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ, ബൈനറി ഇൻഫർമേഷൻ എവിടെ വെക്കണം, ബിറ്റ് ലൈനിൽ വെക്കുക. സോ ഒന്നെങ്കിൽ 1 ആയിരിക്കും, അതല്ലെങ്കിൽ 0 ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 1 ആണ് റൈറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. സോ അപ്പോൾ 1 എന്ന് പറഞ്ഞ വാല്യൂ ബിറ്റ് ലൈനിലേക്ക് വെക്കുക. സോ വേർഡ് ലൈൻ ആക്റ്റീവ് ആണ്. അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകും. സോ ബിറ്റ് ലൈനിൽ നിന്ന് ട്രാൻസിസ്റ്ററിലേക്കൊരു കണക്ഷൻ വരും. ത്രൂ ട്രാൻസിസ്റ്റർ ബിറ്റ് ലൈൻ എങ്ങോട്ട് കണക്റ്റ് ആവും, കപ്പാസിറ്ററിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഇപ്പോൾ 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഹയർ വോൾട്ടേജ് ആയിരിക്കും. സപ്പോസ് 1ന് വേണ്ടി 5 വോൾട്ടും 0യ്ക്ക് വേണ്ടി 0 വോൾട്ടുമാണ് എടുക്കുന്നതെങ്കിൽ 1 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ എന്താകും, ഈ ഒരു കപ്പാസിറ്റർ 5 വോൾട്ടിലേക്ക് ചാർജ് ആകും. സോ 1 നമ്മൾ കൊടുക്കുന്നു, വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുന്നു. സോ ഒരു ട്രാൻസിസ്റ്റർ ഓൺ ആകുന്നു. സോ ബിറ്റ് ലൈൻ നേരെ ഈ ഒരു കപ്പാസിറ്ററിലേക്ക് കണക്റ്റ് ആകുന്നു. കപ്പാസിറ്റർ ചാർജ് ആകുന്നു. ചാർജ് ചെയ്ത് 5 വോൾട്ട് ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, 1 വോൾട്ട് ബൈനറി ബിറ്റ് 1 നമുക്ക് ഈ കപ്പാസിറ്ററിലേക്ക് സ്റ്റോർ ആയതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ഒരു വാല്യൂ സേവ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, വേർഡ് ലൈൻ ഡീആക്ടിവേറ്റ് ചെയ്യുക. വേർഡ് ലൈൻ ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ട്രാൻസിസ്റ്റർ ഓഫ് ആവും. പിന്നെ ബിറ്റ് ലൈനുമായിട്ടുള്ള കണക്ഷൻ ഇല്ല. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ കൊടുത്ത, അതായത് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആയ സമയത്ത് എന്താ സംഭവിച്ചത്, ഈ ഒരു കപ്പാസിറ്റർ ത്രൂ ട്രാൻസിസ്റ്റർ ബിറ്റ് ലൈനിലേക്ക് കണക്റ്റായി. ബിറ്റ് ലൈൻ ഉണ്ടായിരുന്ന 1 ഇതിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ആ വേർഡ് ലൈൻ ഡീആക്ടിവേറ്റ് ചെയ്തപ്പോൾ ട്രാൻസിസ്റ്റർ ഓഫായി. സോ ഈ ഒരു ബിറ്റ് ലൈനിലേക്കുള്ള കണക്ഷൻ ഇനി ഇല്ല. സോ ഈ ഒരു കപ്പാസിറ്ററിൽ എന്ത് വാല്യൂയിലാണോ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചേക്കുന്നത് ആ വാല്യൂ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കപ്പാസിറ്റർ കുറച്ച് സമയം കഴിയുമ്പോൾ ഗ്രാജ്വലി ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ 5 വോൾട്ടാണ് നമ്മൾ 1 ആയിട്ട് എടുത്തതെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ 5 വോൾട്ട് ഉണ്ടാകത്തില്ല. അത് ചിലപ്പം 2 വോൾട്ട് 1 വോൾട്ട് ഗ്രാജ്വലി 0 ആയിട്ട് പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ 1 എന്ന് പറഞ്ഞ് സ്റ്റോർ ചെയ്ത ആ ഒരു ഇൻഫർമേഷൻ കുറച്ച് കഴിയുമ്പോൾ 0 ആയിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിഫ്രഷിങ് സർക്യൂട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. റിഫ്രഷിങ് സർക്യൂട്ട്സ് എന്തിനാണെന്ന് വെച്ചാൽ, പീരിയഡിക്കായിട്ട് ഈ ഒരു കപ്പാസിറ്ററിനെ റിഫ്രഷ് ചെയ്യും. അപ്പോൾ ആ ഒരു ലോസ് ആകുന്ന ചാർജിനെ കോമ്പൻസേറ്റ് ചെയ്ത് നേരത്തെ വാല്യൂ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. സോ അതാണ് ഡൈനാമിക് റാമിൻ്റെ ഓപ്പറേഷൻ. ഇതാണ് റൈറ്റ് ചെയ്യുന്നത്. ഇനി റീഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്, പഴയ പരിപാടി തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഇതിൽ കപ്പാസിറ്റർ 1 ഉണ്ടാവും. വേർഡ് ലൈൻ ആക്ടിവേറ്റ് ആക്കുക. സോ ട്രാൻസിസ്റ്റർ ഓൺ ആകും. അഗെയിൻ ബിറ്റ് ലൈനിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ കപ്പാസിറ്ററുള്ള വാല്യൂ ഇങ്ങോട്ട് ഡിസ്ചാർജ് ആവും. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബിറ്റ് ലൈനിൽ 1 കിട്ടും. സോ ഇതാണ് ഡൈനാമിക് റാമിൻ്റെ ഓപ്പറേഷൻ. സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പീരിയോഡിക് റിഫ്രഷ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. അതായത് സ്റ്റാറ്റിക് റാമിൽ ഇൻഫർമേഷൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ക്രോസ് കണക്റ്റിലാണ്. ക്രോസ് കണക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് റിയലൈസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്റ്റാറ്റിക് റാമിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസിസ്റ്ററിലാണ്. അപ്പോൾ ഡൈനാമിക് റാമിലേക്ക് വരുവാണെങ്കിൽ ഡൈനാമിക് റാമിലേക്ക് വരുവാണെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റോർ ആകുന്നത് എവിടെയാണ്, ഈ കാണിച്ചിരിക്കുന്ന കപ്പാസിറ്ററിലാണ് സ്റ്റോറിങ് നടക്കുന്നത്. അപ്പോൾ കപ്പാസിറ്ററിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യണം,
കപ്പാസിറ്റർ കുറച്ച് കഴിയുമ്പോഴേക്കും ഡിസ്ചാർജ് ആയി തുടങ്ങും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു റിഫ്രഷിങ് സർക്യൂട്ട് എപ്പോഴും നമ്മൾ ഡൈനാമിക് റാമിൻ്റെ കൂടെ വെക്കണം. എങ്കിലേ ആ ഒരു കപ്പാസിറ്റർ ഡിസ്ചാർജ് ആകാതെ പീരിയോഡിക് ആയിട്ട് അത് റിഫ്രഷ് ചെയ്തുകൊണ്ട് ഇരിക്കുകയുള്ളൂ. ഈ ഒരു പീരിയോഡിക് റിഫ്രഷ്മെൻറ്റ് ആയത് എവിടെ മാത്രമേ ഉള്ളൂ? ഡൈനാമിക് റാമിൻ്റെ കേസിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ. സ്റ്റാറ്റിക് റാമിൻ്റെ കേസിൽ നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? കപ്പാസിറ്ററിലല്ല, മറിച്ച് ട്രാൻസിസ്റ്ററിലാണ്. ട്രാൻസിസ്റ്ററിൻ്റെ ക്രോസ് കണക്റ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ അവിടെ ഈ പറയുന്ന പോലെ ഒരു പ്രോബ്ലം ഇല്ല, ചാർജ് പോകുന്ന പരിപാടി ഇല്ല. സോ അവിടെ റിഫ്രഷ്മെൻറ്റ് ആവശ്യമില്ല. ഇതിൻ്റെ കേസിൽ എസ് റാമിൻ്റെ കേസിൽ. പക്ഷേ ഡി റാമിൻ്റെ കേസിൽ എപ്പോഴും ഒരു പീരിയോഡിക് റിഫ്രഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു റിഫ്രഷിങ് സർക്യൂട്ട് വെക്കേണ്ടി വരും. സോ ഇതാണ് സ്റ്റാറ്റിക് റാമും അതുപോലെ ഡൈനാമിക് റാമുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ്. പിന്നെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ഒരു സ്റ്റാറ്റിക് റാമിൻ്റെ സിംഗിൾ സെല്ലാണ്, ഒറ്റ സെല്ലാണ്. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ട്രാൻസിസ്റ്റർ വേണ്ടി വന്നു? 1, 2, 3, 4, 5, 6 ട്രാൻസിസ്റ്റർ വേണ്ടി വന്നു. ഇനി ഡൈനാമിക് റാമിലേക്ക് വരിക. അപ്പോൾ ഇതിൽ അത് സെയിം ഒരു സെല്ല് തന്നെയാണ്. അപ്പോൾ ഒരു സെല്ല് റിയലൈസ് ചെയ്യാൻ വേണ്ടി എത്ര വേണ്ടി വന്നത്? നമുക്കൊരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും മാത്രമേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ ഏതാണ് ഇതിൽ കൂടുതൽ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നത്? സ്റ്റാറ്റിക് റാം ആയിരിക്കുമോ ഡൈനാമിക് റാം ആയിരിക്കുമോ? ഉറപ്പായിട്ടും സ്റ്റാറ്റിക് റാം ആയിരിക്കും. കാരണം ഇവിടെ 6 ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്യാൻ വേണ്ട സ്പേസ് വേണം. എങ്കിലേ ഒരു സ്റ്റാറ്റിക് റാം 6 ട്രാൻസിസ്റ്റർ സ്റ്റാറ്റിക് റാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ എന്താണ്, ആ സെയിം സെല്ല് ഒരു ബിറ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബിറ്റ് ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെല്ല് ജസ്റ്റ് ഒരു ട്രാൻസിസ്റ്ററും ഒരു കപ്പാസിറ്ററും വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇവിടെ ഡൈനാമിക് റാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗിവൺ ഏരിയയിൽ കൂടുതൽ മെമ്മറി കപ്പാസിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് റാം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഒരു ഗിവൺ ഏരിയയിൽ കൂടുതൽ മെമ്മറി കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡൈനാമിക് റാം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ, ഇത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് കുറവാണ്. അതുകൊണ്ട് ഒരു ഗിവൺ ഏരിയയിൽ നമുക്ക് കൂടുതൽ ഡി റാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് റാമിലേക്ക് വരുവാണെങ്കിൽ എന്താണ്, ഒരു സെല്ല് റിയലൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ 6 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും സ്പേസ് പോകും. അപ്പോൾ ഒരു ഗിവൺ ഏരിയ തരികയാണെങ്കിൽ അതിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി കപ്പാസിറ്റി സ്റ്റാറ്റിക് റാം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി കപ്പാസിറ്റി കുറവായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ, സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും എടുക്കുകയാണെങ്കിൽ ഹൈ സ്പീഡ് കൂടുതൽ സ്റ്റാറ്റിക് റാമിലായിരിക്കും. കാരണം ഇവിടെ എന്താണ്, ട്രാൻസിസ്റ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നില്ല. ഡൈനാമിക് റാമിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ കുറവായിരിക്കും. കാരണം ഇവിടെ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ റീഫ്രഷ്മെൻറ്റ് സർക്യൂട്ടും ആവശ്യമായിട്ട് വരും, എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ്. പിന്നെ വരുന്നത് പവർ കൺസപ്ഷൻ നോക്കുകയാണെങ്കിൽ പവർ കൺസപ്ഷൻ കൂടുതൽ വരുന്നത് സ്റ്റാറ്റിക് റാമിലായിരിക്കും. കാരണം ഇത് ഫുള്ള് ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ പവർ കൺസപ്ഷൻ നോക്കുകയാണെങ്കിലും കൂടുതൽ വരുന്നത് 6 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്റ്റാറ്റിക് റാമിനായിരിക്കും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യേണ്ടി വരുന്നത് കമ്പയർഡ് ടു ഡൈനാമിക് റാം. സോ ഇവിടെ ഡൈനാമിക് റാമിൽ ഒരു ട്രാൻസിസ്റ്ററും കപ്പാസിറ്ററും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ പവർ കൺസപ്ഷൻ കുറവായിരിക്കും. സോ ഇതൊക്കെയാണ് സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും തമ്മിലുള്ള ചില ഡിഫറൻസസ്. സോ ഡിഫറൻസ് ഇത്രയാണ്.